ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് മഹിളാ അസോസിയേഷൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയിൽ പ്രതിഷേധം നടത്തി. ഫെബ്രുവരി 11 സംസ്ഥാനത്തെ 10 ലക്ഷത്തിലധികം സ്ത്രീകളിലേക്ക് സഹായം എത്തിയപ്പോൾ നിലമ്പൂർ നഗരസഭയിലെ ഒരാൾക്ക് പോലും സഹായം എത്തിയിരുന്നില്ലെന്ന് സമരക്കാർ പറയുന്നു. നഗരസഭാ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ചേർന്ന് പദ്ധതിയെ അട്ടിമറിക്കുകയാണെന്നും അവർ ആരോപിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുകയും ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാ വീട്ടമ്മമാരുടെ അക്കൗണ്ടിലേക്ക് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ സാധ്യമാക്കുകയും ചെയ്തു. ഒരുപക്ഷെ തന്നെ നമ്മുടെ യൂണിയൻ ഭരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ കൗൺസിൽ വൈകിപ്പിച്ചതിനെ തുടർന്ന് ഈ നിലമ്പൂരിലുള്ള വനിതകൾക്ക് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപടി വൈകിപ്പിച്ചതിൻ്റെ ഫലമായി ആരുടെ അക്കൗണ്ടിലേക്ക് പണം എത്താതിരിക്കുകയും അതിൻ്റെ ഫലമായി തന്നെ വളരെ പ്രതിഷേധം ഞങ്ങൾ ഈ മഹിളാ അസോസിയേഷൻ ഈ അവസരത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്ന് അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് വീണ്ടും ഇത് ചോദിക്കുകയും മനസ്സിലാക്കുകയും ഇത് അത് നടപടി പൂർത്തിയാക്കും വരെ ഇതിൽ ഇടപെടുകയും ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. UDF തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി 2000-ഓളം സ്ത്രീകൾക്കാണ് ഈ സഹായം നഷ്ടപ്പെട്ടതെന്നും മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മുഴുവൻ സ്ത്രീകൾക്കും, പാവപ്പെട്ട സ്ത്രീകൾക്കും ഈ ആനുകൂല്യം കിട്ടുന്നവരെ മഹിളാ അസോസിയേഷൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടും അത് അവസാന വ്യക്തിക്ക് വരെ വാങ്ങിക്കൊടുക്കുന്നതുവരെ ഞങ്ങൾ അവരെ കൂടെ നിന്ന് സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഭരണസമിതി ഇത് പാവപ്പെട്ട സ്ത്രീകളോടുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ UDF ഭരണസമിതി ഇത് ചെയ്തിട്ടുള്ളത്. അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് കൊണ്ടുവന്നതാണ് എന്നും ഇത് ആർക്കും ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ പണം കിട്ടില്ല എന്നൊരു പ്രചരണം നടത്തിയിട്ട് അതേപടി നടപ്പിലാക്കുന്ന രീതിയിലാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കി വന്നിട്ടുള്ളത്. കേരളത്തിലുള്ള 10 ലക്ഷത്തിൽ പരം സ്ത്രീകൾക്ക് ഇതിൻ്റെ ഗുണം ലഭിച്ചപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ പാവപ്പെട്ട സ്ത്രീകളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ദീപാനാഥൻ, പുഷ്പവല്ലി, സുനന്ദ, റംല കരുളായി, ഷാഹിന, ഉഷ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.